Hi friends, greenreels എന്ന മലയാളം YouTube ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണമൊക്കെ ആയിട്ട് ഒരു ഇഞ്ചിക്കറി വെക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇഞ്ചിക്കറി വെക്കാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ വെല്ലുമിച്ചിയാണ്. വെല്ലുമിച്ചി ഭംഗിയായിട്ട് ഇഞ്ചിക്കറി വെക്കും. അപ്പോൾ ആ ഇഞ്ചിക്കറി എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ട് അവസാനം വരെ കണ്ട് നിങ്ങൾ വീട്ടിലും ഇത് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓണമൊക്കെ അടുത്ത് വരുവാന്നല്ലോ, നല്ലൊരു ഇഞ്ചിക്കറി വെച്ചേക്കാമെന്നൊരു ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് അതിനുള്ള ചേരുവകളൊക്കെ കാണണ്ടേ. എന്താ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 2-3 നീരെടുത്താൽ മതി, ചുമന്നുള്ളി 2 കഷ്ണം അരിഞ്ഞത്, മുളക് പൊടി വേണ്ടുന്നത് എടുക്കാം, വെളിച്ചെണ്ണ അത് കരിച്ചു പോയാൽ പോകുകയെ അതുകൊണ്ടാണ് കരിക്കാതെ, അതിന് ചേരുന്ന പുളി, പിന്നെ ഒരു ടിപ്പുണ്ട്, ഞാൻ പിന്നെ പറയാം, അത് ഒടുവിലേ പറയത്തുള്ളേ. പിന്നെ കടുകായി, ഉപ്പ്, എല്ലാ സാധനങ്ങളുമായി നമുക്കൊരു ബൈക്ക് തുടങ്ങാം. ആദ്യം പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ചെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് എടുത്താൽ മതി, കൊളസ്ട്രോളൊക്കെ അല്ലേ കുറച്ചെടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ, എണ്ണ ചൂടാകട്ടെ. ആദ്യം തേങ്ങാക്കൊത്ത് വറുത്ത് കോരിയെടുക്കണം. ഒന്നിച്ച് ഇഞ്ചിയും 2 കൂടി ഇട്ടാൽ മൂപ്പ് ശരിയാകുകയില്ല. ഇപ്പോൾ എല്ലാം പാക്കറ്റ് സാധനങ്ങളല്ലേ ഇഷ്ടംപോലെ കിട്ടും കടകളിൽ. എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിൽ വെക്കുന്നതല്ലേ ഇച്ചിരൂടെ രുചി. എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ചെയ്യാം. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നല്ലതാണ് നാക്കെ വെക്കുന്നത്. എണ്ണ ചൂടാകാൻ തുടങ്ങി. ഇട്ടാണം നമുക്ക് ഓണത്തിനൊരു ഇഞ്ചിക്കറിയൊക്കെ വെച്ച് വെക്കാം. ഇപ്പോഴേ വെച്ചാൽ കുഴപ്പമില്ല, വെള്ളമൊന്നും തൊടാതിരിച്ചാൽ അതിൽ നല്ലപോലെ ഇരുന്നോളും. വെള്ളം തട്ടിക്കാതെ സൂക്ഷിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാലുണ്ടല്ലേ ഇത്ര മാസം വേണേലും ഇരുന്നോളും. ഇനിയും പിള്ളേർ വെച്ചാൽ എളുപ്പം വന്നു, ഒരു അതിഥി വന്നു, നമുക്ക് ചോറിന് ഇച്ചിരി എളുപ്പക്കറി കൊടുക്കാം. കുറച്ചുകൂടെ നല്ലപോലെ ഒന്ന് ചുമക്കണം. ചുമന്നില്ലെങ്കിൽ പച്ച കേടായിപ്പോൾ എളുപ്പം കറി. നമുക്ക് എളുപ്പം ചുമക്ക പരുവാകുമ്പം എടുത്ത് മാറ്റി വെക്കാം. ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ചിക്കറിയാണ് അതിൻ്റെ പ്രധാനം. ഇല്ലാതെ എന്താ ഓണം ഇപ്പോഴെന്നാ. അപ്പം അതൊന്നും ഇല്ല, എല്ലാം പാഴ്സലിലാക്കി മൂത്ത് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലേ കിടന്ന് കരിയും. അതിൻ്റെ കണക്കിന് ഇളക്കി കൊടുത്ത് ഒരുപോലെ മൂക്കണം. ഇതൊക്കെയാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. ഏറെക്കുറെ നമുക്ക് കോരാറായിട്ടുണ്ട്. നന്നായിട്ട് ഇച്ചിരൂടെ ശകലം കൂടെ ഉണ്ടോ, നന്നായിട്ട് നല്ലൊരു മണം വരും. മണം വരുന്ന സമയത്ത് നമ്മൾ പയ്യെ കോരണം. അതിൻ്റെ മൂത്ത് പോയെങ്കിലുണ്ടല്ലേ അതിൻ്റെ രുചി നഷ്ടപ്പെട്ടു. ഇതിനൊരു കണക്കുണ്ട്. ഈ അല്പം കുറച്ചെടുക്കാം. ആടൊക്കെ അലച്ചോട്ടെ, വീടല്ലേ. നമുക്കടുത്തായിട്ട് ഇഞ്ചി എടുത്ത് വറക്കാം. മെയിൻ സാധനമാണ്. അതില്ലെങ്കിൽ പിന്നെ കറിയില്ലല്ലോ. അത് നന്നായിട്ട് മൂക്കണം. ഇതെല്ലാം മൂപ്പില്ല, നന്നായിട്ട് മൂക്കണം. മൂക്കട്ടെ. ഞാൻ തീ ഇച്ചിരി കുറച്ചിട്ടേക്കുമായിരുന്നു, ഇച്ചിരി കൂട്ടി വെക്കാം. എളുപ്പമാണ് ഇഞ്ചിക്കറി, എളുപ്പമാണ്. പരുവായി വരുന്നേ ഉള്ളൂ. നന്നായിട്ട് ചുമന്ന തേങ്ങയുടെ മൂപ്പിലൊക്കെ ഇങ്ങോട്ട് വരുമ്പം എന്നാലേ നമുക്ക് പൊടിച്ചെടുക്കാനൊക്കെ. ഇല്ലെങ്കിൽ
കറി കേടായിപ്പോവും. കറി കേടാതിരിക്കണമെങ്കിൽ നന്നായിട്ട് മൂപ്പിച്ച് എടുത്തെങ്കിലേ ശരിയാവത്തുള്ളൂ. നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം ഈ കറിയൊക്കെ വെക്കാൻ. നല്ല രുചിയായിരിക്കും. ഇപ്പോഴൊക്കെ ഈ പാക്കറ്റൊക്കെ എണ്ണയായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുഴപ്പമുണ്ടാകും. നല്ല ചക്കിലാട്ടിയ എണ്ണയ്ക്ക് ഇഞ്ചിക്കറി ഇട്ട് വെച്ച് നാളുകൾ സൂക്ഷിച്ച് വെക്കാം. ഇഞ്ചി മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇത് മൂപ്പിച്ച് നമുക്കൊരിടത്ത് കൊണ്ട് വെച്ച് എല്ലാവരും നോക്കിക്കോണം, കണ്ടുപഠിച്ചോണം. ഈ വർഷത്തെ ഓണത്തിന് എല്ലാവരും കറി ഇഞ്ചിക്കറി ആയിരിക്കണം. നമ്മുടെ ഫേവറേറ്റ് കറിയാക്കണം. ഇപ്പോഴെന്നാ ഇറച്ചി, മീനെ, മുട്ട. നമ്മുടെ തനതായ ഓണം എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്കറി, നാരങ്ങ, പപ്പടം, പരിപ്പ്. ഇതിപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പം അതെല്ലാം പോയിട്ട് ഇപ്പം എന്നതാ മേശപ്പുറത്ത് ചിക്കൻ, ബിരിയാണി, മുട്ട, ഇന്ന് വേണ്ട ബീഫ്. അത് മതി. ഇപ്പോഴത്തെ മക്കൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. ഇതൊന്നും പിടിക്കത്തില്ല. അന്ന് രോഗവും കുറവുണ്ടായിരുന്നു. ഇന്ന് ശരിക്ക് രോഗവുമായി ഇല്ലാത്ത അസുഖങ്ങളും ഇല്ല. ഇതുപോലൊരു ഭക്ഷണം കഴിക്കത്തില്ലല്ലോ, കിട്ടുകയല്ലോ. നമ്മുടെ ഇഞ്ചി ഏറെക്കുറെ മൂത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഒച്ചയൊക്കെ ഒന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കോരാറായി. ശരി, കോരിയേക്കാം. ഇനി ഇത് കൊണ്ടുപോയി നന്നായിട്ട് പൊടിക്കും. മിക്സിയിൽ നന്നായിട്ട് കൊണ്ടുപോയി പൊടിക്കും. പൊടിച്ച് കൊണ്ടുവന്ന് നമ്മൾ ചേരുവകളൊക്കെ ചേർക്കുമ്പോഴാണ് ഇഞ്ചിക്കറി. ശരി, ഇഞ്ചിയും തേങ്ങായും ശരിയാക്കി. അടുത്ത് നമുക്ക് ആദ്യമായിട്ട് കടുകിടാം. 5-6 കടുക് അങ്ങോട്ടിടാം. ചൂടായിട്ട് കിടക്കുക. ഇനി വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കാം. വഴണ്ട, നല്ലപോലെ അത് വഴന്നോട്ടെ. ഇനി നമുക്ക് ചുമന്നുള്ളി, ചുമന്നുള്ളി മൂക്കുന്നുണ്ട്. മൂക്ക് നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. എണ്ണയ്ക്ക് വെളിച്ചെണ്ണ ശകലം കൂടി ഒഴിക്കാം. എണ്ണ പോരായി, ആവശ്യത്തിന് എണ്ണ എടുക്കാം. ഇനി തന്നേരെ. ഇതെല്ലാം കൂടെ പൊടിച്ചതാണേ. ഇഞ്ചിയും തേങ്ങായും എല്ലാം കൂടി പൊടിച്ച് വൃത്തിയായിട്ട് വെച്ചേക്കുക. നന്നായിട്ട് മിക്സിക്കകത്ത് പൊടിക്കണം. മൂത്ത് വരുന്നുണ്ട്. നല്ലപോലെ മൂത്തോട്ടെ. മൂത്തില്ലെങ്കിൽ വെള്ളമയം കാണും. വെള്ളമയം കണ്ടാൽ വെച്ച് നമ്മളെ കറി കേടായിപ്പോവും. മൂത്തു. ഇനി നമുക്ക് ഇച്ചിരി മുളക് പൊടി എടുക്കണം. തീ കുറച്ചിട്ടേക്ക് വേണം ഇടാൻ, ഇല്ലെങ്കിൽ നമ്മുടെ കരിഞ്ഞു പോവും. നമുക്കൊരു 3 സ്പൂൺ ഇടാം. ഒരു 4 ടീസ്പൂണ് മുളക് പൊടി. അത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് അങ്ങ് മൂക്കണം. നന്നായിട്ട് മൂക്കണം, ഇല്ലെങ്കിൽ പച്ച ചവയ്ക്കും. നമുക്ക് എന്ത് ചെയ്യണം? ഈ പൊടിച്ചോണ്ട് വന്ന സാധനം അങ്ങോട്ടിടണം. അതെല്ലാം കൂടെ ഒന്ന് വറവെല്ലാം കൂടെ വറുത്തൊന്ന് കൂടണം. കൂടിക്കഴിയുമ്പോഴേ ഇച്ചിരിയൊക്കെ പറ്റിയിരിക്കുന്ന എടുത്തേക്കാൻ കളയണ്ട. കരിവേപ്പിലയും കൂടെ ഇട്ടേക്കാം കൂടെ.
എല്ലാം കൂടെ കടുക് വറുത്ത് നമ്മൾ പൊടിച്ച ഇഞ്ചിയും എല്ലാം കൂടെ അങ്ങോട്ട് അതിട്ട് എല്ലാം കൂടെ വറവെല്ലാം കൂടെ ഒന്നിച്ച് ശകലം കൂടെ അടുപ്പേ കിടന്ന് ഒന്നുകൂടെ മൂത്തെടുത്ത് പിന്നെ അടുത്ത് നമുക്ക് പുളി ഒഴിക്കണം. ഇച്ചിരൂടെ മൂത്തോട്ടെ, കുഴപ്പമില്ല. എല്ലാം കൂടെ മൂത്തതിൻ്റെ ഒരു നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഇനി എന്നാ ചെയ്യണം, പുളിവെള്ളം ഒഴിക്കണം. വാളംപുളിയുടെയാണ് നല്ലത്. വാളംപുളിയുടെ വെള്ളം പിഴിഞ്ഞ് അരിച്ച് വെച്ചേക്കുന്ന നമുക്ക് കൊണ്ട് ഒഴിക്കാം. അത് ആവശ്യത്തിന് മതി, പുളി ഒത്തിരി ആകാൻ പാടില്ല. എല്ലാത്തിനുണ്ടല്ലോ ഒരു കണക്ക്. ഇനി നമുക്ക് എന്നാന്ന് പറഞ്ഞോ, ഏറ്റവും അത്യാവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. നോക്കട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇനി ഉപ്പുണ്ടോ നോക്കണമല്ലോ, നോക്കട്ടെ. ഒരിച്ചിരി ഉപ്പിടാണ്. ശകലം പുളിയും കൂടെ. നമ്മളിതിൻ്റെ അളവൊക്കെ നന്നായിട്ട് നോക്കി ചെയ്താൽ മതി. അതിൻ്റെ കണക്കിന് ഉപ്പ്, പുളി, വെള്ളം എല്ലാം കണക്കിന് ചേർത്ത് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കണം. അടച്ച് പറ്റാൻ വെക്കണം. ഇച്ചിരി പറ്റട്ടെ. ഇപ്പോഴത്തെ കാലം പോലല്ല പഴയ കാലം. ഇപ്പോഴത്തെ 1-2 മക്കൾ. ഞാനൊക്കെ താമസിച്ചത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും അപ്പനും ഞങ്ങൾ 10 മക്കളായിരുന്നു. 10 മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി ആഹാരം പാകം ചെയ്യും. എല്ലാം കൂടെ എല്ലാവരെയും പലത് ഏൽപ്പിക്കും. ഇതൊക്കെ ഞങ്ങളങ്ങോട്ട് ചെയ്തിട്ട് ഞങ്ങൾ കുളിച്ച് ഒന്നുമല്ല. ഇപ്പം ദൂഷണിലയില്ലേ, ഇപ്പം അത് കാണാനില്ലല്ലോ. ദൂഷണില വെട്ടി പായും വിരിച്ച് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല, എല്ലാം പോയിരിക്കുന്നു. പിന്നെ വിരളയിലുണ്ടാകാൻ 1-2 പ്രായമുള്ള ഞങ്ങളെപ്പോലുള്ളവരുണ്ട്. അവരിങ്ങനെ ഇഞ്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ഇപ്പോഴത്തെ മക്കളതൊക്കെ രുചിക്കണം, എന്നാലേ ശരീരത്തിന് നല്ല സുഖം കിട്ടും. മക്കളെല്ലാം ചെയ്യണം കേട്ടോ. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നല്ല വാസനയൊക്കെ വരുന്നുണ്ടല്ലോ. നോക്കാം. ഇതങ്ങോട്ട് വെച്ച് നല്ല ചില്ലിട്ട പാത്രത്തിലോ ചട്ടി, പഴയ മൺചട്ടി ഉണ്ടല്ലോ, ഇപ്പം ഒന്നും ഇല്ല. മൺചട്ടിയിലൊക്കെ അങ്ങോട്ട് ഒഴിച്ച് അടച്ചു ബായും നല്ല തുണി വെച്ച് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വെച്ചാൽ എന്നാ സ്റ്റൈലാ. കഴിക്കാൻ നാക്കേ കൂടെ വെള്ളം ഊറും. ഇച്ചിരി പറ്റിക്കോട്ടെ. ഇഞ്ചിക്കറി പൂർത്തിയായിട്ടില്ല. ഇനി ഒരു കാര്യം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയാം അതിൻ്റെ ടിപ്പ്. അതുകൂടെ ചെയ്തെങ്കിലേ ഇഞ്ചിക്കറി പൂർത്തിയാവും. എന്നാലേ ഇഞ്ചിക്കറി ആവും. അപ്പം ശരി, നമ്മുടെ കറിയൊന്ന് നോക്കട്ടെ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതേച്ച കിട്ടിയാൽ കൊള്ളാൻ തോന്നുന്നുണ്ടല്ലോ. നോക്കിക്കോ. ശരി, നമ്മുടെ കറി ഏറെക്കുറെ ആയിക്കണ്ടോ. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കണം. നല്ല ശരിയാകത്തുള്ളൂ. പിന്നെ എപ്പോഴും ഉപ്പ് നോക്കുന്നത് എന്താണെന്ന് പറയല്ലേ, നോക്കരുത്. ഞാനൊന്ന് നോക്കിയേക്കാം ഒന്നുകൂടെ. ഓക്കെ, ഫസ്റ്റ് കറി ഇഞ്ചി. ഇനി അടുത്ത കാര്യം പറയാൻ പോവാൻ നോക്കണം. ഇത് തീ നമുക്കങ്ങ് ഓഫാക്കാം. ഇത്തിരി പറ്റിപ്പോയാൽ കൊള്ളത്തില്ലല്ലോ, ദിവസങ്ങൾ ഇരിക്കണ്ടേ നമുക്ക്. അപ്പോൾ ഇതെന്താണെന്നറിയാമോ? ഇത് നമുക്ക് നല്ല ഇഞ്ചിയും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് ഒരു സാധനം കൂടെ വേണം. ശകല മധുരം ഇട്ട് കൊടുക്കണം. ഷുഗറൊക്കെ ആയതുകൊണ്ട് ശകല ഇട്ട് കൊടുത്താൽ. നല്ല നാടൻ കരിപ്പെട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാ. അല്ലാതെ ഇപ്പോഴത്തെ ശർക്കര അത് കൊള്ളുകയില്ല. കുമ്മായവും ഇട്ടുണ്ടാക്കും, പഞ്ചസാര കൊള്ളുകയില്ല. എല്ലാവരും ഷുഗർ പേഷ്യൻ്റ്. അതുകൊണ്ട് നമുക്ക് നല്ല നാടൻ ചക്കര ഉണ്ടെങ്കിൽ അത് അരിച്ച് ശകലം എടുത്ത് അതിന് ചേരുവ കൂടുതലാകരുത്. എല്ലാത്തിൻ്റെയും കൂടെ നിൽക്കത്തക്ക പോലെ ഒരു ഇത് വേണം കേട്ടോ. എല്ലാവരും അത് ചെയ്ത് വെക്കണം.
നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് അല്പം മാറ്റാം. ഇതുപോലെയുള്ള ബൗളിനകത്തോട്ടൊക്കെ കോരി ഒഴിച്ചേ നനഞ്ഞ സ്പൂണൊന്നും ആകാതെ അടച്ച് വെച്ചാൽ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞില്ലേ നമ്മുടെ ഓണം, അപ്പോഴത്തേനും നമുക്കത് കഴിക്കാം. നേരത്തെ ജോലി ഒതുക്കി വെക്കുക. ഇഞ്ചിക്കറി വെച്ചു. നാളെ വേണം വേറെ കറികൾ ഉണ്ടാക്കാൻ. നാരങ്ങ വെക്കണം. എൻ്റെ ഇഞ്ചിക്കറി റെഡി. ഇനി ഇത് ഇഷ്ടപ്പെട്ട ഈ വർഷത്തെ ഓണത്തിന് നിങ്ങളിതെല്ലാവരും ഇതുപോലെ ഇഞ്ചിക്കറി വെച്ച് കഴിക്കണം. ഏറ്റവും നല്ലൊരു ഔഷധമാണ്. കർക്കിടക മാസമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇഞ്ചി എന്ന് പറയുന്നത് നല്ലൊരു ആയുർവേദമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം. നല്ല വല്ലപ്പോഴൊക്കെ, എന്നും വേണ്ട, വല്ലപ്പോഴൊക്കെ ഈ കറി വെച്ച് കൊടുക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.